എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേക സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നിങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവം ദാനമായി നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞ കാര്യമാണ് 2 കാര്യങ്ങൾ. അതിലെ 2-ാമത്തെ ഭാഗമാണ് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൈവപ്രസാദം ലഭിച്ചവർക്ക് സമാധാനം എന്നാണ് പറയുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ സമാധാനമില്ല, മതങ്ങൾ തമ്മിൽ സമാധാനമില്ല. അപ്പോൾ തന്നെ ഓരോ കുടുംബത്തിനകത്തും സമാധാനമില്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വ്യക്തിപരമായ നിലകളിലും വിവിധമായ സമ്മർദ്ദങ്ങളിലും മറ്റു നിലകളിലൊക്കെ ഒത്തിരി പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ അലഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്? സമാധാനമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്, ദൈവത്തിന് പ്രസാദമുള്ള സമാധാനമുണ്ട്. നമുക്ക് 3 നിലകളിലുള്ള ഒരു സമാധാനത്തിൻ്റെ ഉടമകളായിട്ട് തീരണം. 1, ദൈവത്തോടുള്ള ബന്ധത്തിൽ. 2, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിനകത്ത്. 3, സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സമാധാനം. അങ്ങനെ 3 നിലകളിൽ സമാധാനത്തെക്കുറിച്ച് നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. 1, റോമാലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഈ സമാധാനം എന്ന് പറയുന്നത് പാപം സംബന്ധിച്ചാണ്. ഈ പാപം നമ്മളെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ദൈവത്തെയും നമ്മെയും അകറ്റുവാനായിട്ടിടയാകും. പാപം നമുക്ക് അതിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ശാപം നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ടിടയാകും. അപ്പുറത്ത് മരണത്തിനപ്പുറത്ത് പാപത്തിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷ എന്ന് പറയുന്നത് നിത്യശിക്ഷാവിധിയാണ്, നിത്യമായ ഒരു ശിക്ഷയാണ്. അപ്പോൾ ദൈവത്തോട് ഒത്തിരി പ്രിയപ്പെട്ടവരെ ഈ പാപത്തിന് ഒരു പാപക്ഷമയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. എന്നിട്ടും മനസാക്ഷിയിൽ വലിയ രീതിയിൽ വലിയ കുറ്റബോധമുള്ളവരായിട്ട് അനേകരെ നമുക്ക് കാണുവാനായിട്ട്. ചിലർ ഈ മാനസികമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒത്തിരി ആളുകളെ പാപം സംബന്ധിച്ച് നമുക്ക് കാണുവാനുണ്ട്. എന്ത് ചെയ്യും? മരണത്തിനപ്പുറം എന്ത് ചെയ്യും? പാപം അതിൻ്റെ ഫലമായിരിക്കുന്ന ശാപം. അതുകൊണ്ട് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? തകർന്നു കൊണ്ടിരിക്കുക. പാപം ചെയ്ത ഒരുവന് സ്വസ്ഥതയുണ്ടാകില്ല, സമാധാനം ഉണ്ടാകില്ല. അതിനേക്കാൾ ഉപരി ദൈവമായിട്ടുള്ള ബന്ധവും മരണത്തിനപ്പുറം ഒരു നിത്യശിക്ഷാവിധിയും ഇവനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് റോമാലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾക്ക് വായിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുവാനായിട്ടിടയായിത്തീരാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. അതായത് വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എന്ത് ചെയ്യും? എല്ലാവരും പാപികളാണ് അല്ലേ? നോട്ടം കൊണ്ട്, സംസാരം കൊണ്ട്, വാക്കുകൊണ്ട്, സംസാരം കൊണ്ട്, അതുപോലെ തന്നെ പ്രവൃത്തി കൊണ്ട്, ചിന്തകൾ കൊണ്ട്, അതൊക്കെ അങ്ങനെ വ്യക്തിപരമായ എല്ലാവരും എന്താണ്? പാപികളാണ്. അപ്പോൾ ഈ വിശ്വാസത്താൽ എന്താണ് പ്രാപിക്കുന്നത്? യേശുക്രിസ്തു മുഖാന്തരം നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ നീതീകരണം ലഭിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനെ നീതിമാൻ എന്ന് പറയുവാനായിട്ടിടയാകും. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാനിടയായിത്തീരും. അതായത് പാപിയായ ഒരുവൻ നീതിമാനായിത്തീരും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിനോട് സമാധാനമുണ്ട്. പാപം സംബന്ധിച്ച് നമുക്ക് സമാധാനമുണ്ടാകുന്നു. നമുക്കറിയാം, യേശുക്രിസ്തു സകല ജനത്തിൻ്റെയും മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്ത് അതിൻ്റെ ശിക്ഷ അനുഭവിച്ച് ആ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ ജീവനെ യാഗമാക്കുവാനിടയായിത്തീർന്നു. എൻ്റെയും മാനവജാതിയുടെ മുഴുവൻ്റെയും പാപങ്ങളെ അവൻ ഏറ്റെടുത്ത് ശിക്ഷ അനുഭവിച്ചതുകൊണ്ട് പാപങ്ങളെ അവനോട് ഏറ്റുപറയുമ്പോൾ സൗജന്യമായി, ദൈവത്തിൽ നിന്ന് മുഴുവനും സൗജന്യമാണ്, മുഴുവനും വെള്ളം വായു വെളിച്ചം എന്ന പോലെ
പാപക്ഷമയും സൗജന്യമായി നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. കാരണം നമ്മുടെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്ത് അതിന് ശിക്ഷ അനുഭവിച്ച് പരിഹാരം വരുത്തിയത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്രകാരം കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ രക്താംബരം പോലെ ചുവന്നതായ പാപങ്ങളെയും അവനോട് ഏറ്റുപറയുവാനിടയായിത്തീർന്ന അവന് പാപം ക്ഷമിക്കും. ദൈവമുമ്പാകെ നമ്മെ ശുദ്ധരാക്കുവാൻ, നീതിമാന്മാരാക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം, ആ വിശ്വാസ മുഖാന്തരം നാം നീതിമാന്മാരായി തീരുവാൻ ഇടയായിത്തീരും. അങ്ങനെ ദൈവത്തോട് സമാധാനമുണ്ട്. പാപം നമ്മിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ദൈവം നമ്മും തമ്മിൽ എന്തില്ല? അകൽച്ചയില്ല. 2 ശാപമുണ്ടാകത്തില്ല. 3 മരണത്തിനപ്പുറം നിത്യമായ ഒരു ശിക്ഷാവിധി നമ്മിൽ നിന്ന് മാറുവാനിടയായി തീർന്നു. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയാണ് യേശു കാൽവരി ക്രൂശിൽ മരണത്തിന് കാരണമായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ദൈവസന്നിധിയിൽ ദൈവവുമായി പാപവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാകുവാനായിട്ടുണ്ട്. ആ സമാധാനം നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് വലിയ സ്വസ്ഥതയുണ്ടാക്കും, വലിയ ആത്മീയമായ സന്തോഷമുണ്ടാകും, ആത്മീകമായ ഒരു സമാധാനമുണ്ടാകും. ഈ സമാധാനമാണ് മനുഷ്യന് അടിസ്ഥാനപരമായി നമുക്ക് ഉണ്ടാകുവാനായിട്ടിടയാകേണ്ടത്. ഇത് പാപം മോചിക്കുകയും അതുപോലെ തന്നെ നിത്യമായി ദൈവത്തോടു കൂടെ സ്വർഗത്തിൽ നമുക്ക് വാഴുവാനായിട്ടിടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ സമാധാനം എന്ത് ചെയ്യണം? ഈ സമാധാനം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിനകത്തും വേരൂന്നുവാനായിട്ടിടയാകും. അതിന് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാനിടയായിത്തീരണം. യേശുക്രിസ്തു മാത്രം പറഞ്ഞ കാര്യമാണ്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാമെന്ന്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവരുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് യേശുവെ എൻ്റെ രക്ഷകന് കർത്താവുമായി എൻ്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവായി നമ്മിൽ വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം ആത്മാവാകുന്നു. ഈ ആത്മാവാകുന്ന ദൈവം നമ്മിൽ വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവരുടെ ജീവിതത്തിനകത്ത് വലിയ സമാധാനം. കാരണം ജീവനുള്ള ദൈവം, ഈ മഹാസത്യ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളില്ലാതിരിക്കില്ല, അല്ലേ? ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒരു കുടുംബത്തിനകത്ത് തലമുറയോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ, കടക്കിണിയോടുള്ള ബന്ധത്തിൽ, രോഗങ്ങൾ, അങ്ങനെ പല പല നിലകളിലൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ അനേകർ കടന്നു പോകുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്യേ. ഇന്ന് ഈ സമയം ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ കുടുംബത്തിനകത്ത് ഒരു സമാധാനം, ദൈവീകമായ സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം ചിലരുടെ വിഷയങ്ങളിൽ ഉണ്ടാകുവാനിടയാകട്ടെ. തലമുറയോടുള്ള ബന്ധത്തിൽ ഉണ്ടാകട്ടെ, ജോലിയോടുള്ള ബന്ധത്തിൽ ഉണ്ടാകട്ടെ, ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകട്ടെ, കുടുംബ ജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ, ഭാവിയോടുള്ള ബന്ധത്തിൽ ഉണ്ടാകട്ടെ, തന്നെ തലമുറയോടുള്ള ബന്ധത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന് ആമേൻ. ദൈവം ഓരോരുത്തരുടെ ഉള്ളിൽ, ആരുള്ളിൽ വസിക്കും, എല്ലാവരുടെ ഉള്ളിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആരാണോ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ചത്, അവരുടെ ജീവിതത്തിൽ ദൈവം വാഴുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വാഴുവാനായിട്ടിടയാകും. ദൈവത്തിനെ പറയുന്നത് സമാധാനത്തിൻ്റെ പ്രഭു എന്നാണ്. പ്രഭുക്കന്മാരുടെ കയ്യിൽ അനവധി സമ്പത്തുണ്ടാകും. അവരുടെ അടുക്കൽ കടന്നു വരുമ്പോൾ വെള്ളിയോ സ്വർണമോ ധനമോ ഒക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഈ സമാധാന പ്രഭുവായ ദൈവത്തിൻ്റെ പക്കൽ സമാധാനമുണ്ട്. അവൻ്റെ അടുക്കൽ വരുന്നവരെ, അവനെ സേവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം ഈ സമാധാനം നൽകിത്തരും. ദൈവത്തിന് മറ്റൊരു വാക്കാണ് സമാധാനത്തിൻ്റെ ദൈവം. അപ്പോൾ ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ വാഴുന്നുവെങ്കിൽ സമാധാനം നൽകി തരുവാനായിട്ടിടയാകും. ഈ ധാരാളമായി തൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ പകരും. വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, നിൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ ഒരു ദൈവിക സമാധാനം, ദൈവം എൻ്റെ അകത്തുണ്ട്, ദൈവം ഈ പ്രശ്നത്തിൽ ഇടപെടുവാനിടയാകും. ഞാനല്ല, എൻ്റെ ദൈവം.
യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു കൊല്ലുവാനിടയായി തീർന്നു. എന്നാൽ ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ ഉയർപ്പിക്കുവാനായിട്ടിടയാകും. ലോകം കടക്കെണിയിൽ ഇട്ട് വന്നേക്കാം, നമ്മുടെ തലമുറയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കാം. ഒക്കെ ലോകത്തിനും അല്ലെങ്കിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന് ഒരു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച ഉണ്ട്. അപ്പോൾ ദൈവം പ്രവർത്തിക്കുവാനായിട്ടിടയാകും. ആ വിശ്വാസത്തിൽ മുന്നേറി പോവുക, ധൈര്യപ്പെടുക. ദൈവം നിൻ്റെ ഹൃദയത്തിൽ വാഴുന്നുവെങ്കിൽ ആ സമാധാനം നിൻ്റെ ജീവിതത്തെ നൽകി തരുവാനായിട്ടിടയാകും. കുടുംബത്തിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തം എന്ന് പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ്. നിൻ്റെ കുടുംബത്തിനകത്ത് ഒരു രക്ഷയുടെ അനുഭവം, ഒരു വ്യത്യാസം, ഒരു വെളിച്ചത്തിൻ്റെ അനുഭവം, ഇരുട്ട് മാറേണ്ടതിന്, സമാധാനം ഉണ്ടാകേണ്ടതിന്, പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടതിന് കുടുംബത്തിനകത്ത് രക്ഷ വരുത്തുവാൻ കഴിയും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വാഴുവാനായിട്ടിടയാകണം. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിൽ സമാധാനം ഉണ്ടാകണം. അതിനെ പാപം സംബന്ധിച്ച് പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയണം. രണ്ടാമത്തേത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിനകത്ത് പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ സമാധാനം ഉണ്ടാകണം. ആ സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം വാഴണം. ഈ ദൈവിക സമാധാനം വാഴണമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ടിടയാകണം. മൂന്നാമത്തേത്, ഈ സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം എന്നിലുണ്ട് എങ്കിൽ, ദൈവം നമ്മിലുണ്ട് എങ്കിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ, നാം ആയിരിക്കുന്ന മണ്ഡലത്തിൽ മറ്റുള്ളവരുമായി സമാധാനത്തിൽ ഇടപഴകുവാനായിട്ട് കഴിയും. നമുക്കറിയാം, അനേകരെ സമാധാനത്തിൻ്റെ വാക്താക്കളുണ്ട്. എന്നാൽ അവിടെ എടുത്ത് സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞാൽ സമാധാനം പറയുമെങ്കിലും പ്രസംഗിക്കുമെങ്കിലും അവരുടെ ജീവിതത്തിൽ, അവരുടെ പ്രവൃത്തികളിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, അക്രമങ്ങൾ നടത്തുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ്? അങ്ങോട്ട് ആക്രമിച്ച് സമാധാനം ഉണ്ടാക്കുന്നതായ മാർഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ സമയത്തിൻ്റെ ചുരുക്കത്തിൽ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ചുറ്റുപാടും നമ്മുടെ ഇടപഴകുന്നവർ, നമ്മൾ നിൽക്കുന്ന മണ്ഡലത്തിൽ പിണക്കമില്ലാതെ, ഭിന്നതയില്ലാതെ, കലഹമില്ലാതെ സമാധാനത്തോടെ ജീവിക്കുവാൻ, സമാധാനമുള്ളവരായി തീരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമുക്ക് സമാധാനത്തോടെ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന മണ്ഡലത്തിൽ, സമൂഹത്തിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ 3 നിലകളിലുള്ള ഒരു സമാധാനമാണ് ദൈവവചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിനകത്ത്, ചുറ്റുപാടുകളിൽ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന മണ്ഡലത്തിൽ സ്നേഹിക്കാൻ കഴിയാതെ, ക്ഷമിക്കുവാൻ കഴിയാതെ, കലഹങ്ങളിട്ട്, ഭിന്നതയിട്ട്, പിണക്കമിട്ട് പിശാച് അനേകരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തുമ്പോൾ, ഇത് ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ സമാധാനത്തോടെ ഇടപഴകുവാനായിട്ട് കഴിയണം. ദൈവം വാഴുന്നുവെങ്കിൽ ആ സമാധാനത്തോടെ ഇടപഴകുവാൻ കഴിയും. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വാഴുന്നത് കൊണ്ട് തകർന്നു പോവുകയല്ല, ദൈവം ചില കാര്യങ്ങളെ ചെയ്യുവാനായിട്ടിടയാകും. അങ്ങനെ ഉറപ്പിച്ച് സമാധാനമുള്ളവരായി തീരുവാനായിട്ടിടയാകും. അതിപ്രധാനമായിരിക്കുന്നത് ഒന്നാമത്തെ കാര്യമാണ്, ദൈവത്തോട് സമാധാനമുണ്ടാകണം. പാപം സംബന്ധിച്ച്, പാപത്തെ മോചിക്കേണ്ടതിന്, പാപം നമ്മിൽ നിന്ന് മാറിക്കിട്ടതിന് യേശുവിൽ വിശ്വസിക്കുക. നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നത്. അവനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ സമയം തന്നെ പാപങ്ങളെ ക്ഷമിക്കും. ദൈവത്തോട് നിരപ്പ് വരുവാനിടയായിത്തീരും.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പാപമോചനത്തിന് വേണ്ടി കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറയുക, നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുക, കൽപ്പനയാകുന്ന സ്നാനം ഏൽക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നമുക്ക് ലഭിക്കുവാനായിട്ടിടയായിത്തീരും. അതിനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കേട്ട, ശ്രദ്ധിച്ച, പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.